കാൽസ്യവും മിനറൽസും വൈറ്റമിൻസിനും പുറമെ വ്യത്യസ്തങ്ങളായ അനേകം ചേരുവകൾ മിൽക്ക് ബീറ്റയിൽ അടങ്ങിയിട്ടുണ്ട്. മിൽക്ക് ബീറ്റ 2 കിലോയ്ക്ക് 360 രൂപ, 5 കിലോയ്ക്ക് 890 രൂപ, 20 കിലോയ്ക്ക് 2980 രൂപയ്ക്ക് കേരളത്തിൽ എവിടെയും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നല്ലത് മാത്രം നൽകുന്നവയ്ക്ക് ഏറ്റവും നല്ലത് നൽകൂ. മിൽക്ക് ബീറ്റ. കോട്ടപ്പുറം വെജിറ്റബിൾ മർച്ചന്റ് അസോസിയേഷന്റെ 26ാമത് വാർഷിക പൊതുയോഗം സംഘടിപ്പിച്ചു. പറവൂർ കോട്ടപ്പുറം വെജിറ്റബിൾ മർച്ചന്റ്സ് അസോസിയേഷന്റെ 26ാമത് വാർഷിക പൊതുയോഗം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് PC ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. ഏകോപന സമിതിയുടെ ഭരണഘടന രൂപപ്പെട്ടത് 1981. 45 വർഷം കടന്നുപോയി. 85 രൂപപ്പെട്ടത് തൃശ്ശൂർ അരിയങ്ങാടിയിലുള്ള കയറ്റിറക്ക് പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് കച്ചവടക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാലഘട്ടത്തിൽ രൂപപ്പെട്ടതാണ് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി. ഈ സംഘടനയുടെ ഏറ്റവും വലിയ കാതലായ ഭരണഘടനാ വിവക്ഷ വർഗ വർണ്ണ രാഷ്ട്രീയമില്ലാത്ത സംഘടന എന്നാണ് ഇതിനറിയപ്പെടുന്നത്. വ്യാപാരികളും അവരുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ നമ്മുടെ തൊഴിലാളികൾ ഒരു സ്ഥാപനത്തിൽ ആവറേജ് കൂട്ടിയാൽ മതി. ഒരു സ്ഥാപനത്തിൽ സ്വന്തമായി മുതലാളിയും തൊഴിലാളിയായിരിക്കുന്ന ആളുണ്ട്. 5ഉം 10ഉം തൊഴിലാളികളെ വെച്ച് ജോലി ചെയ്യിക്കുന്നവരുണ്ട്. 100ഉം 150ഉം 200ഉം 300ഉം തൊഴിലാളികളുള്ള സ്ഥാപനങ്ങളും കേരളത്തിലുണ്ട്. നമ്മളതൊരു ആവറേജ് എടുക്കുമ്പോൾ ഒരു 3 ഇരട്ടി, വ്യാപാരികളുടെ 3 ഇരട്ടി അല്ലെങ്കിൽ അതിൽ കൂടുതലാണ് തൊഴിലാളികൾ നമ്മുടെ സ്ഥാപനങ്ങളിൽ തൊഴിലെടുത്ത് ജീവിക്കുന്നവരാണ്. അതിനേക്കാൾ വലിയൊരു ശതമാനം ജനങ്ങൾ പൊതു മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്വതന്ത്ര തൊഴിലാളികൾ. അവർ കയറ്റിറക്ക്, ട്രാൻസ്പോർട്ടിങ്, പാക്കിങ്, വിതരണം, അക്കൗണ്ട്സ്, അങ്ങനെയുള്ള നമുക്കും കാണുമായിരിക്കും ഇവിടെ ഒരു ക്ലറിക്കൽ ജോബ് ചെയ്യുന്നവരോ ഒരു ശ്രീ PJ ഫ്രാൻസിസ് കൂടെ കുടുംബാംഗങ്ങളെയും വേണ്ടിയുള്ള മൗന പ്രാർത്ഥന നടത്തി. സ്വാഗതം ശ്രീ SP കണ്ണൻ സെക്രട്ടറി പറഞ്ഞു. മുൻ പൊതുയോഗ റിപ്പോർട്ടും പ്രവർത്തന റിപ്പോർട്ടും വായിച്ചു. ജനറൽ സെക്രട്ടറി വായിച്ചു. കണക്ക് ഓഡിറ്റ് റിപ്പോർട്ടും ട്രഷറർ PA ദേവസി വായിച്ചു. റിപ്പോർട്ടും കണക്കും എല്ലാ അംഗങ്ങളും കൈയടിച്ച് പാസ്സാക്കി. തുടർന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ പ്രസിഡന്റ് മാർക്കറ്റുകളുടെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ച് സംസാരിച്ചു. ഇതിനുള്ള പരിഹാരത്തിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യുവാൻ സാധിക്കും എന്നതിന് വേണ്ടി കൂട്ടായ ചർച്ചകൾ ആവശ്യമാണെന്ന് പറഞ്ഞു. 200ഓളം മെമ്പർമാരുണ്ടായിരുന്ന ഈ അസോസിയേഷൻ പിന്നീട് കഴിഞ്ഞ കൊല്ലം അത് 150ആയി, ഇന്നത് 106ആയി. ഇതിനെല്ലാം കാരണങ്ങൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടതെന്ന് വ്യാപാര മേഖല തകർച്ചയുടെ വക്കിലാണ്. ഇന്ന് ഓരോ വ്യാപാരികളും കച്ചവടം ചെയ്യുന്നത് തന്നെ എങ്ങനെയെങ്കിലും മുന്നോട്ട് പോകുന്ന രീതിയിലാണ്. കാരണം വിടുക്കുന്ന സാധനമായാലും കൊണ്ടുവരുന്ന സാധനമായാലും എത്രയും പെട്ടെന്ന് ലാഭമായാലും നഷ്ടമായാലും വിറ്റ് തീർക്കണമെന്നുള്ള ചിന്താഗതി കൂടിയാണ് വരുന്നത്. കാരണം അത്രത്തോളം വ്യാപാര മേഖല പറവൂർ മാർക്കറ്റിൽ നഷ്ടത്തിലായി നശിച്ചുകൊണ്ടിരിക്കുകയാണ്. യൂണിറ്റ് പ്രസിഡന്റ് MV ഡേസൺ അധ്യക്ഷത വഹിച്ചു. ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് ജിമ്മി സഖ്യത്ത്, നിയോജക മണ്ഡലം പ്രസിഡന്റ് KL ഷാൻഡോ പുന്നൻ, ജോസ് മാളിയേക്കൽ, K അബ്ദുൽ ഖാദർ, TM ഹുസൈൻ, PA ദേവസി, CT ജോസ്, OG സേതു, TG സുനിൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പറവൂർ കോട്ടപ്പുറം മാർക്കറ്റുകൾ മിസറീസ് പൈതൃക സംരക്ഷണ പദ്ധതിയിൽ ഉൾപ്പെട്ടതാണ്. എന്നാൽ ഇന്ന് ഈ മാർക്കറ്റുകളിലെ വ്യാപാരം വളരെ മോശം സാഹചര്യത്തിലേക്ക് കടന്നുപോകുന്നു. ഇതിന് പരിഹാരം അനിവാര്യമാണ്. ഇല്ലായെങ്കിൽ ഈ മാർക്കറ്റുകൾ താമസിക്കാതെ പുരാവസ്തു പോലെയായി മാറും. ഇവിടുത്തെ വ്യാപാരികൾ വ്യാപാരം അവസാനിപ്പിക്കേണ്ടിയും വരും. ഈ മാർക്കറ്റുകളെ സംരക്ഷിക്കാൻ വേണ്ടി മിസറീസ് ഫണ്ട് ഉപയോഗിച്ച് മാർക്കറ്റുകളിലെ സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ദിവസവും പച്ചക്കറി വ്യാപാരത്തിന് സൗകര്യം ഒരുക്കുവാൻ കേരള സർക്കാരുകൾ ശ്രദ്ധിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു. ഭാരവാഹികളായി പ്രസിഡന്റ് MV ഡേസൺ, ജനറൽ സെക്രട്ടറി ജോസ് മാളിയേക്കൽ, ട്രഷറർ PA ദേവസി, വൈസ് പ്രസിഡന്റ് KA അബ്ദുൽ ഖാദർ, സെക്രട്ടറി TA ഹുസൈൻ തുടങ്ങിയവരെ 2026-28 ഭാരവാഹികളായി തിരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പറവൂർ.